നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ശത്രുക്കൾ എത്രത്തോളം ശ്രമിച്ചാലും നമ്മളെ പിരിയിക്കാൻ അവർക്ക് കഴിയില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള ഒരു സാന്നിധ്യമാണ്. ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള ഒരു സാന്നിധ്യവും അവരുടെ സഹായവും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നേർക്ക് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ യാതൊരു കാരണവശാലും പിരിയാൻ പോകുന്നില്ല. കാരണം നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ മനസ്സിൽ അത്രയും പ്രാധാന്യം തോന്നിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അത്രയേറെ പ്രാധാന്യവും സ്ഥാനവും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പേഴ്സണ് യാതൊരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയണമെന്ന് താല്പര്യമില്ല. പക്ഷെങ്കിലും ശത്രുക്കളുടെ കടന്നാക്രമണവും മാനസികപരമായിട്ടുള്ള സമ്മർദ്ദവും പ്രശ്നങ്ങൾ മൂലവുമാണ് ഈ പേഴ്സണ് പലപ്പോഴും നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്രയും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പോസിറ്റിവിറ്റിയിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഊർജത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് ജീവിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതം പരിപൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് നിങ്ങൾ കൂടെ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അത്രയും പോസിറ്റീവായി തന്നെ തോന്നിയിട്ടുള്ളത്. ഈ പേഴ്സന്റെ ഹൃദയത്തിൽ അന്നും ഇന്നും നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ നന്നായി തന്നെ മനസ്സിലാക്കുന്നു. നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണിലേക്ക് അടുത്തു വരികയാണോ ഈ പേഴ്സൺ അത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയിൽ നിന്നും അകലാൻ തുടങ്ങിയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വിളക്ക് അണഞ്ഞുപോയി എന്നാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സണ് അത്രയും കാലം സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഇല്ലായ്മയിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആയിരുന്നു ഈ പേഴ്സന്റെ ഐശ്വര്യപൂർണമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശത്രുക്കൾ നല്ല രീതിയിൽ തന്നെ പ്രയത്നം ചെയ്തു, കഷ്ടപ്പാടെടുത്തു. കാരണം നിങ്ങളെ രണ്ടുപേരെയും നല്ല രീതിയിൽ തന്നെ മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ രണ്ടുപേരെയും നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി ചേർന്നത്. അത് പരസ്പരം വിശ്വാസമില്ലായ്മയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പല പ്രാവശ്യവും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുകൊണ്ടായിട്ടല്ല, നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ സംരക്ഷണത്തിലൂടെ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയബന്ധം തന്നെയാണ്. നിങ്ങളെ മാറ്റി നിർത്താൻ ഈ പേഴ്സൺ വിചാരിച്ചത് വേറൊന്നുമായിട്ടല്ല, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രയും പോസിറ്റിവിറ്റിയായി വളരെ പക്വതയോടുകൂടിയും പ്രൊട്ടക്ഷനോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളിൽ നിന്നും നിങ്ങളെ ദൂരേക്ക് കൊണ്ടുപോവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പേഴ്സന്റെ പദ്ധതികളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് ശത്രുക്കൾ നിങ്ങൾക്കിടയിലേക്ക് ഓടിക്കേറി വന്നത്. ആ ശത്രുക്കൾ ഓടിക്കേറി വന്നപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മാനസിക നില തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള
ആത്മബന്ധത്തിനെ കീറി മുറിച്ച് നശിപ്പിച്ചു കളയുന്ന രീതിയിലാണ് ശത്രുക്കളുടെ കടന്നുവരവ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുവാനും ഈ വ്യക്തി ഏറെ വൈകിപ്പോയി. ഈ വ്യക്തി ഏറെ വൈകിപ്പോയത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേർക്കും തമ്മിൽ നന്നായി സംസാരിക്കുവാനോ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് തിരിച്ചറിയുവാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലഘട്ടം കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു, പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളിലെ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്താനും ഈ പ്രണയബന്ധത്തെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് തനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്കുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും ഈ പ്രണയബന്ധത്തെ ആർക്കും തകർക്കുവാനും കഴിയില്ല എന്നുള്ളൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രണയബന്ധം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുമാത്രമല്ല, ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ്. ആ ഒരു അവസ്ഥയും കൂടിയാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളെയും കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കുന്ന വിധത്തിലാണ് ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തത്. ആ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ശത്രുക്കൾ പറയുന്നത് അനുസരിച്ച് അവർ പറയുന്നത് കേട്ട് നിങ്ങളെയും തെറ്റിദ്ധരിച്ച് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും ഒക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാരണം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേർന്നാൽ മതി എന്നുള്ള ചിന്തകൾ മാത്രമേ ഈ പേഴ്സണുള്ളൂ. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും സമ്പൂർണമായിട്ടുള്ള സുവർണ കാലഘട്ടം. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ എത്ര കാലഘട്ടം ഉണ്ടാകുമോ അത്രയും കാലം പോസിറ്റിവിറ്റി ആയിട്ട് ഈ വ്യക്തി മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് കാര്യവും ചെയ്യുവാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെയും നിങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. ഈ പ്രണയബന്ധത്തെയും സംരക്ഷിക്കുന്നുണ്ട്. പുതിയ പുതിയ വഴികൾ ഉണ്ടാക്കിയെടുക്കുവാനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുവാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാരണമാണ്. എന്തു തന്നെയായാലും ഈ പ്രണയബന്ധത്തിൽ നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ഇന്നത്തെ ഈ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്നും നല്ല രീതിയിൽ തന്നെ വന്നുവെന്നും വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം വന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.